ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി കണവ റോസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 1 കിലോ കണവയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ബ്രൗൺ കളറൊക്കെ നമുക്ക് എടുത്ത് മാറ്റി ഇത് നന്നായിട്ട് കഴുകി എടുക്കണം. അപ്പോൾ ഇതിനകത്തൊക്കെ ഒരു നീല കളറുണ്ട്. അപ്പോൾ ഇതൊക്കെ എല്ലാം കളഞ്ഞ് ഞാൻ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു പീസാക്കിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് സവാളയാണ് വേണ്ടത്. സവാളയോ കൊച്ചുള്ളി ആയാലും കുഴപ്പമില്ല. ഞാൻ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ 3 സ്പൂൺ ഉണ്ടാവും. നന്നായിട്ട് അരച്ചെടുത്തതാണിത്. പിന്നെ ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടത് 3 ഉണ്ടമുളകാണ്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഇത് മിക്സിയുടെ ജാർ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാനിതൊന്ന് ക്രഷ് ചെയ്തിട്ട് വരാം. ഇപ്പം ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഒത്തിരി അരഞ്ഞു പോയാൽ കൊള്ളത്തില്ല. നമുക്ക് ഒത്തിരി പേസ്റ്റ് പോലെയൊന്നും ആവണ്ട കേട്ടോ. ഇപ്പം ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു പാൻ വെച്ച് അപ്പോൾ ഇതിനകത്തേക്ക് പാൻ ഇപ്പോൾ ഒന്ന് ചൂടായി വന്നു. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ സവാളയൊക്കെ വഴണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാവും. ഇതിനകത്തേക്ക് കുറച്ച് കടുക് കൂടി ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് ചൂടായി അതൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വറ്റൻ മുളക് ഒരു 3 എണ്ണം എടുത്ത് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് ഫ്രൈ പോലെ ആയിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരുന്ന സവാളയൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കടുകും എണ്ണയും ഇതെല്ലാം കൂടി ഒന്ന് ഇതിനകത്തേക്ക് ഒന്ന് മിക്സായി വരണം. എന്നിട്ട് ഞാൻ അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് വേറൊരു പാൻ വെച്ച് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് മുമ്പ് എടുത്ത് വെച്ചിരുന്നില്ല കണവ ഇതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കാം. ഒരു 1/2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഈ കണവ നല്ല വേവുള്ള സാധനമാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് ഇത് അടച്ച് വെക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് മറ്റേത് മുമ്പ് നമ്മൾ മാറ്റി വെച്ചിരുന്നില്ലേ സവാളയൊക്കെ വഴറ്റാൻ അതിങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ടിയെടുക്കാം. ഇപ്പോൾ സവാള ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് മുമ്പ് എടുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു ടേസ്റ്റ് കൂടി വരും. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നമ്മൾ അതിനകത്തുകൂടി ഒന്ന് നോക്കണം. അത് ആ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് നന്നായിട്ട് അതൊന്ന് ആയിട്ടുണ്ട്. കുറച്ച് നല്ല വേവുണ്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് മുമ്പ് ചതച്ച് വെച്ചിരുന്നില്ല മുളക് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് മുമ്പ് നമ്മളെടുത്ത് മാറ്റി വെച്ചിരുന്നത് അതിനകത്തേക്ക് ഞാൻ ഉപ്പിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നില്ലേ ഉപ്പിടേണ്ട. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇത് വേവാൻ ഭയങ്കര താമസമായിരിക്കും, കല്ലിച്ച് പോകും. അപ്പോൾ നമുക്ക് ഇപ്പം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന ഗ്രേവിക്കകത്തേക്ക് വേണ്ടുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയാണ് ഇട്ടേ. 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/2 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കാം. അപ്പോൾ നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് മൂത്ത പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മറ്റേത് നമുക്ക് കണവ അപ്പത്തെ ഇരുന്നില്ല, അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കാം. കണവ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം വേണം. എന്നാലേ നമ്മൾ ആ ഗ്രേവിയൊക്കെ ഇടുമ്പോൾ ഇതിനകത്തേക്ക് എല്ലാം കൂടി ഒന്ന് മിക്സായി വരത്തുള്ളൂ. കുറച്ച് വെള്ളം വേണം. നമുക്ക് ഇനി ഗ്രേവി ഒന്ന് ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ കണവയ്ക്കകത്ത് ഈ ഗ്രേവി ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന്
പിടിക്കണം. അതിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നന്നായിട്ടത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട്. ഓക്കെ, ഇതൊന്ന് കുറച്ച് നേരത്തേക്കൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ അടച്ച് വെക്കുമ്പോൾ ഇതിനകത്ത് ഉള്ള എല്ലാം ഇതിനകത്തൊന്ന് പിടിച്ച് വരും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കുറച്ച് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. ആ വെള്ളമൊക്കെ ഒന്നും വറ്റി നല്ല ഫ്രൈ പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട്. തുറന്നപ്പോൾ നല്ല മണമൊക്കെ വന്ന് ഇതെല്ലാം ഇതിൽ പിടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പെരുജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൂടി ഇടുമ്പോൾ നല്ല മണമായിരിക്കും. പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ലാസ്റ്റ് ഇടാവും, അപ്പോൾ നല്ല മണമായിട്ട് വരും. അപ്പോൾ നമ്മുടെ കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കും ഒക്കെ എത്തിക്കുക. അപ്പം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ.